ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വണ്ടി പഠിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു BMW 750 Li ആണ്. ഇത് അലയിൽ നിന്നാണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത്. ഇൻഷുറൻസ് വർക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഫ്രണ്ടും റിയറും എല്ലാം തന്നെ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാം ഡാമേജ് വന്നിട്ടുണ്ട്. എല്ലാ സസ്പെൻഷനും ഇത് എയർമാറ്റിക് സസ്പെൻഷനാണ്, പക്ഷേ എല്ലാം തന്നെ ഡൗൺ ആയി കിടക്കുകയാണ്. അതേമാതിരി തന്നെ അതിൻ്റെ ആംഗിളും വ്യത്യാസം വന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ ഈ വാഹനമൊക്കെ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാവത്തില്ല. അപ്പോൾ എന്താണ് ഈ മോഡലിൽ വാഹനങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന കംപ്ലയിൻറ്റ്, അതേമാതിരി തന്നെ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഇതിന് നമ്മൾ ആദ്യം തന്നെ എന്ത് ആക്സിഡൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ ആ വാഹനം ആദ്യം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. നമ്മൾ ഈ വാഹനം റിക്കവറിയിൽ നിന്ന് ഇറക്കുന്നതിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം WD-40 ആണ് നമ്മളിപ്പം ഈ റിക്കവറിയിൽ അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമുക്ക് സിമ്പിളായിട്ട് തന്നെ സ്ലിപ്പായിട്ട് നമുക്ക് ഇറങ്ങും. അതേമാതിരി തന്നെ ലിഫ്റ്റിലോട്ട് ഉയർത്താനും സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്, റിയർ സസ്പെൻഷൻ്റെ ആമുകളെല്ലാം ഡാമേജ് ആയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്, എല്ലാം തന്നെ ബെൻഡായിട്ടുണ്ട്. അതേമാതിരി തന്നെ മുകളിലാണെങ്കിൽ അപ്പറാമും കാര്യങ്ങളെല്ലാം പൊട്ടിയിട്ടുമുണ്ട്. അതേമാതിരി ലെഫ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റിലും അതേമാതിരി തന്നെ അതിൻ്റെ ആംഗിളും നിങ്ങൾ വ്യത്യാസം മനസ്സിലാവുന്നതാണ്. ഇനി ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സ്റ്റിയറിങ്ങിൻ്റെ ടയർ റോഡിൻ്റെയും കാര്യങ്ങളും അതേമാതിരി തന്നെ ഇതിൻ്റെ ആമും ലോറാമും കാര്യങ്ങളെല്ലാം തന്നെ ഡാമേജ് ആയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ വീൽ റിം കംപ്ലീറ്റ് പൊട്ടിയിട്ടുണ്ട്. വീൽ റിമ്മൊക്കെ ഇടിച്ച് ബെൻഡായിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ കൂളറും കാര്യങ്ങളെല്ലാം ഡാമേജ് ആയിട്ടുണ്ട്. അതുകൂടാതെ ഈ വാഹനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഈ വാഹനത്തിൻ്റെ കംപ്ലീറ്റ് എയർ ബാഗും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഡോർ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതിലെല്ലാ എയർ ബാഗും, ഡാഷ്ബോർഡിലെ എയർ ബാഗ്, സൈഡ് എയർ ബാഗ്, സീറ്റ് എയർ ബാഗ്, ഫ്രണ്ടിലുള്ള സ്റ്റിയറിംഗ് എയർ ബാഗ് എല്ലാം തന്നെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ എയർ ബാഗ് പൊട്ടിയ വാഹനങ്ങളും അതേമാതിരിയുള്ള വാഹനങ്ങളൊക്കെ വാഹനം സ്റ്റാർട്ടാവത്തില്ല ആഫ്റ്റർ ആക്സിഡൻറ്റിന് ശേഷം. അപ്പോൾ എന്താണ് ഈ വാഹനത്തിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നത്, അതിൻ്റെയൊക്കെ ഞാൻ ഒരു ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.